വിഷു റിലീസിൻ്റെ ഭാഗമായി മലയാളത്തിൽ നിന്ന് 3 സിനിമയും തമിഴിൽ നിന്ന് 1 സിനിമയും വന്നിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് 3 സിനിമ ഞാൻ 3 പടവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടു. രാത്രി 9 മണിക്ക് ഇനി നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി കാണാനുണ്ട്. ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി വിഷു. അതെ, വിഷുവിന് വേറെ വീഡിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇറക്കി വരുമ്പോഴത്തേക്കും വിഷു ആവാൻ ചാൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്തൊക്കെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇനി വേറെ സിനിമകൾ റിലീസാവും. അല്ല, അതാ പറഞ്ഞ. അപ്പൊ ഇനിയിപ്പോ വേറെ വീഡിയോസ് ഇനി വരത്തില്ല. നാളെ എന്തോ വേറെ പടം കണ്ടെന്ന് തോന്നുന്നു. ഗുഡ് ബാഡ് അഗ്ലി കണ്ടിട്ട് ചിലപ്പം ശരിയാ, ഗുഡ് ബാഡ് അഗ്ലി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട പടങ്ങൾ രാവിലെ ബസൂക്ക, ഉച്ചയ്ക്ക് മരണമാസ്, വൈകുന്നേരം ആലപ്പുഴ ജിംഖാന. ഇന്നൊരു ദിവസം മൊത്തം തിയേറ്ററിലായിരുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ കണ്ട പടം? ഇതിൽ ഞാൻ 3 പടം കണ്ടു: ബസൂക്ക, മരണമാസ്, ജിംഖാന. നീ ജിംഖാന മാത്രമേ. ഞാൻ കൊച്ചിയിൽ നിന്ന് എത്തിയപ്പോൾ ബസൂക്ക തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പുള്ളി കണ്ടത് മരണമാസും ആലപ്പുഴ ജിംഖാനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയ ദിവസം കൂടി ആലപ്പുഴ ജിംഖാന. ആലപ്പുഴയുടെ സിനിമയാണ്, ആലപ്പുഴക്കാരുടെ സ്വന്തം സിനിമയാണ്. അതെ. സോ അപ്പം നമുക്ക് തുടക്കത്തിൽ ബസൂക്കയെ പറ്റി സംസാരിക്കാം. ബസൂക്കയെ പറ്റി പറയാൻ ഞങ്ങൾ ആളല്ല, ഞങ്ങൾ രണ്ടുപേരും ആൾക്കാരല്ല. എനിക്ക് കാണാൻ പറ്റിയില്ല. ആക്ച്വലി ബസൂക്ക അതിനകത്തൊരു നല്ല രസമുള്ള ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നുന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ആ ഐഡിയ ഒരു കുറച്ച് കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പോലെ കുഴഞ്ഞ്, സിനിമോട്ടോഗ്രാഫി നല്ല രസമാണ്, മ്യൂസിക് നല്ല രസമാണ്, കളർ ഗ്രേഡിങ് പരിപാടി, അങ്ങനെ മൊത്തത്തിൽ ഒരു സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയത്തില്ലേ, ഈ ഐഡന്റിറ്റി. ഇതേ ഒരു അഭിപ്രായം. അതെ. അതുപോലെ തന്നെ, അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഈ പടം ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യന്റ്, കുറച്ചുകൂടെ സ്മൂത്ത് ആക്കി എടുക്കാമായിരുന്നു. അതായത് നമുക്കിത് കണ്ടോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ വരെ നമുക്കിത് ഒരു പിടുത്തം കിട്ടാത്ത ഒരു ഭയങ്കര കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്, പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിത് കാണാൻ കുറച്ച് രസകരമായ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ വരുന്നുണ്ടെന്ന് ഒഴിച്ചാൽ നമുക്കിതൊന്നോട്ട് കണക്ട് ആവുന്നത് എന്താ സംഭവിക്കുന്ന അറിയണം, മനസ്സിലാവും. ഇതിന്റെ കഥ നമുക്കറിയാം, തീരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമെന്നറിയാം. പക്ഷെ തീർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഐഡിയ നമുക്ക് അത്ര അങ്ങോട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു ഭയങ്കര ജെന്യൂൻ അറ്റംപ്റ്റ് ആണ്. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളി കഥ പറഞ്ഞ് മമ്മൂട്ടി എടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി ആണ് പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ. ഇതിനു മുമ്പ് വേറെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഡയറക്ഷൻ അല്ലാതെ? അതെനിക്ക് അറിയത്തില്ല ചേട്ടാ. പുള്ളിയുടെ പക്ഷേ പേരിന് ഭയങ്കര പുള്ളി മറ്റേ എന്താണ് കലു ഡെന്നിസ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ആക്ച്വലി പറഞ്ഞത് മറ്റേ ഡെന്നിസ് ജോസഫിന്റെ മകനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോറി, അപ്പോൾ ഞങ്ങൾ തിരുത്തി പറയുകയാണ്, കലു ഡെന്നീസിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ മൂത്ത ഇവിടെ പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം പറയാൻ. ഇത് ഒരുപാട് പേര് കാണുന്ന വീഡിയോ അല്ലേ? ഒരുപാട് പേര് കാണുന്നില്ല, 1000 പേര് മാക്സിമം. 1000 പേർക്ക് വിമർശിക്കാം, വായി തോന്നിയതൊക്കെയാണ്. ഇവന്റെ ഫാൻസ് ഒരു 10,000 പേര് കണ്ടാൽ, ആലപ്പുഴയിൽ ആനന്ദ് ശങ്കറിന്റെ ആരാധകരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. ST കോളേജിൽ വലിയ ആളായിരുന്നു. വെറുതെ ഇരിക്കും. ഇത് പോഡ്കാസ്റ്റ് അല്ലേ? അങ്ങനൊന്നും ഇല്ല, എന്തുമായിട്ട് പറയാം. എന്ത് പറ്റി? 472. അത് അവസാനം പറഞ്ഞാൽ നമ്പർ അല്ല, ഇടയ്ക്ക് പറയണം. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴേ കിട്ടും. അതായത് 10 മിനിറ്റ് പോലും ആയില്ല. നമ്പർ കിട്ടി പോയ. അപ്പോൾ ബസൂക്കയുടെ സംഭവം അങ്ങനെയാണ്. ആക്ച്വലി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ ഇപ്പോൾ മമ്മൂക്ക കാണിക്കുമ്പോഴൊക്കെ തിയേറ്ററിൽ ഒരു വൈബ് ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ പടത്തിൽ ഇങ്ങനെ ശാന്തമാണ്. തിയേറ്റർ ഭയങ്കര ശാന്തമാണ്. സിനിമയിൽ എന്തോ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവേണ്ട ഐറ്റമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അത് എന്തോ എവിടെയോ ഒരു ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഈ സിനിമയുടെ അവസാനത്തെ കുറച്ച് നേരം തിയേറ്ററിൽ ഒരു കയ്യടി വീണിട്ടുണ്ട് കുറച്ച് പേര്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായില്ല. അതിപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞ കുറേ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? പറഞ്ഞ എന്ത് എലമെന്റ് നമ്മൾ പറഞ്ഞത് ഇപ്പം മമ്മൂക്കയുടെ റോള് കുറച്ച് സ്ക്രീൻ സ്പേസ്, ടൈം വൈസ് സ്ക്രീൻ ടൈം വൈസ്. ഇത് തമാശ എന്ന് വെച്ചാൽ ഈ സിനിമയെ പറ്റി പറയുമ്പോഴേ, ഈ സിനിമയിൽ ഗൗതം മേനോൻ നായകനും മമ്മൂക്ക ഒരു മറ്റേ എക്സ്റ്റൻഡ് ക്യാമിയോ പോലെ. അല്ല, തമാശ പറഞ്ഞതല്ല, കാര്യം മമ്മൂക്കയുടെ സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവാണ്. നമുക്ക് ഫുൾ ടൈം നമുക്ക് കണ്ടോണ്ടിരിക്കണം നമ്മൾ പറയല്ല. എന്നാലും യൂഷ്വലി നമ്മൾ പടം കാണുമ്പോൾ അതിൽ ഒരു കഥ പറയുമായിരിക്കും. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു സ്റ്റോറി പറയുമെന്ന് വെച്ചു. ഈ പടത്തിൽ അങ്ങനെ. അപ്പം ഈ പടത്തിൽ മമ്മൂട്ടി ഒരു കഥ പറയുക, മമ്മൂക്ക ഈ പടത്തിൽ ഒരു കഥ പറയുക. ആ കഥയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന പടത്തിൽ നായകൻ ഇൻവോൾവ് ആവുന്ന കഥയുണ്ടല്ലോ, അത് മറ്റൊരാൾ പറയുക. ഇത് നായകനല്ലാതെ മറ്റൊരാളുടെ കഥ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗൗതം മേനോനായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ കഥ ഗൗതമേനൻ്റെ കഥയിലേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഗൗതമേനെ സഹായിക്കാനായിട്ട് വരുന്ന ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ബട്ട് അറ്റ് ദി എൻഡ് പണം കണ്ട് തീരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ആ ട്രാക്ക് കുറച്ച് ചേഞ്ച് ആവും. പക്ഷെ സ്റ്റിൽ അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഒരു ആ ക്ലൈമാക്സിനെ പറ്റിയാണ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഡിബേറ്റ് ചെയ്തത്. അതെ ക്ലൈമാക്സിനെ പറ്റി പറഞ്ഞാൽ ആ ഏരിയ കുറച്ചധികം പേർക്ക് വർക്കായി എന്ന് പറയുന്നു. എനിക്കത് പേഴ്സണലി ഞാൻ കുറെ റിവ്യൂസ് കണ്ടു. ലാസ്റ്റ് ഒരു 15-30 മിനിറ്റ്സ് ഭയങ്കര മാസമാണ്, ഭയങ്കര അടിപൊളിയാണെന്നുള്ള രീതിയിൽ. മാസം അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയന്റഡ്. ഇപ്പം മമ്മൂക്ക നമ്മൾ കാണാത്തൊരു പെർഫോമൻസ് അതിനകത്ത് വന്നു. പക്ഷെ അത് എനിക്കെന്തോ അത് ജെല്ലാവാത്ത പോലെ തോന്നി. കാരണം ആ പെർഫോമൻസ് കുറച്ച് എവിടെയോ എന്തോ അത് ഫുൾ ഫ്ലെഡ്ജ് വരാത്ത പോലെ. അതായത് നല്ല അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ടൈം ഡയറക്ഷന് അത് തന്നെ ബെറ്റർ. അങ്ങനെ ഫസ്റ്റ് ടൈം ഡയറക്ഷൻ കുറച്ച് ഓവർ ഡയറക്ടർ ആയിട്ട് തോന്നി. ഓക്കെ. അതായത് നമുക്ക് എല്ലാ സീനിനെയും നമ്മളിതിനെ ഭയങ്കര സ്റ്റൈലൈസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാം. ആ പണി പുള്ളിക്ക് അറിയാം. പക്ഷേ അത് എന്താ പറയുക, ഒരു ത്രൂ ഔട്ട് പടത്തിനെ എങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തണം എന്നുള്ളതിൽ പുള്ളി കുറച്ച് ഈ വർഷം ഇത് മമ്മൂക്കയുടെ സെക്കൻഡ് പടം അല്ലേ? അതെ, ഫസ്റ്റ് പടം ഡൊമിനിക് അല്ലേ? സോ അപ്പോൾ അതായിരുന്നു എനിക്ക് മേജറായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ നിമിഷയുടെ ക്യാമറ വർക്ക് ഭയങ്കര ടോപ്പായിരുന്നു. അത് സിനിമ മൊത്തം കണ്ടുകൊണ്ടിരിക്കാനുള്ള രസം ആ ക്യാമറ വർക്ക് നല്ല രസമാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് മൊത്തത്തിൽ ഈ പറഞ്ഞ VFX ആണെങ്കിലും സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, പിന്നെ എല്ലാം മ്യൂസിക് നല്ല രസമാണെങ്കിലേ മ്യൂസിക് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ കുറച്ചുണ്ട്. അതായത് ഇപ്പോൾ മമ്മൂട്ടി ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ തന്നെ സ്ലോ മോഷൻ വിത്ത് ബീജമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന സ്ലോ മോഷൻ സീനുകളെല്ലാം തന്നെ കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ ഈ സിനിമ ദൈർഘ്യം കുറച്ചുകൂടെ കുറയായിരുന്നു. 2.5 മണിക്കൂർ മേലുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അല്പം സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് അത് കുറച്ചുകൂടെ ട്രിം ചെയ്യാറ്. പിന്നെ ഈ പടം എനിക്ക് ലാഗ് ഒന്നും അങ്ങനെ തോന്നിയില്ല. ഈ സിനിമ ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തില്ല. ഇത് ഒരു സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ അങ്ങോട്ട് ദഹിക്കാൻ കുറച്ച് പാടുപോലെ. അതാണ് മേജറായിട്ട് തോന്നിയത്. ബസൂക്കയെ പറ്റി പറഞ്ഞു ഒരു നല്ല അറ്റംപ്റ്റാണ്. ഈ ഡെന്നീസ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നല്ല കുറച്ച് സിനിമകൾ ചെയ്യാൻ സാധിക്കും തോന്നുന്നു. കാരണം പുള്ളിക്ക് ഒരു ക്രാഫ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. പുള്ളിക്ക് ഫസ്റ്റ് പടത്തിൽ തന്നെ ബഡ്ജറ്റ് കിട്ടി. നല്ല ബഡ്ജറ്റ് ഉണ്ട് ഈ പടത്തിന്. പക്ഷേ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ നമുക്ക് തോന്നുമ്പോൾ ഈ ബഡ്ജറ്റ് ഒന്ന് കൺസ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു അങ്ങനത്തെ ഒരു എവിടെയൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി പറയുന്നത് കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ ഇടയ്ക്ക് റീഷൂട്ടൊക്കെ ചെയ്തു. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൊമോഷൻ തുടങ്ങിയതല്ലേ? അതെ കുറച്ചായി. നമുക്ക് ഈ വർഷത്തിൽ 2 പടത്തിൽ ജീവിക്കാൻ നമുക്ക് പോയാണ്. അതെ അല്ല, ജീവിയും ഈ പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡൊമിനിക്കിന്റെ കഥ പറഞ്ഞ ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് റിലീസ് ആക്കുന്നത്. അത്ര ഫാസ്റ്റ് ആയിരുന്നു. അതായത് ഈ പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ടാണ് മമ്മൂട്ടിയുടെ കഥ പറയുകയും അത് ചെയ്ത് റിലീസ് ചെയ്തു. അത്രയും ഒരു പടം ഈ പടത്തിന്റെ പ്രോസസ്സിൽ നടന്നു. വേറൊരു പടം അത്ര ലാഗ് വന്നു. ഈ ബസൂക്ക എന്ന് പറഞ്ഞ പേര് ചോദിക്കുന്നില്ല. ബസൂക്ക എന്ന് പറഞ്ഞ പേര് ആക്ച്വലി അതൊരു ഗെയിമായിട്ട് റിലേറ്റ് അതൊക്കെ നമ്മള് ട്രെയിലർ ആ പടത്തിൽ പറയുന്നത് ബസൂക്ക എന്ന് പറയുന്നത് ഗെയിമിനെ ബേസ് ചെയ്താണ്. പിന്നെ അത് പടത്തിൽ എന്ത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അതിനെ പറ്റി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടെക്നിക്കൽ വൈസ് അടിപൊളിയാണെന്നെങ്കിലും മൊത്തത്തിൽ ഒരു എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയ പോലെ ഒരു സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ്, ഈ പറഞ്ഞ ഓവർ ഡയറക്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അതാ പറഞ്ഞത്. പുള്ളിക്ക് ക്രാഫ്റ്റ് ഉണ്ട്. പക്ഷെ അത് ഒരു തിരക്കഥ വൈസ് എനിക്ക് തോന്നുന്നത് ഈ കോംപ്ലക്സ് എഴുതി വന്നപ്പോഴത്തേക്കും കുറച്ച് കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആയി പോയി. അത് നമ്മളിതിന്റെ നേർരേഖയിൽ വരച്ചു നോക്കിയാൽ ഈ പടം ഭയങ്കര ഒരു സിമ്പിൾ ഒരു തീമാണ്. അല്ല, തീം നമുക്ക് ഭയങ്കര ക്ലീഷേഡ് ആയിട്ട് തോന്നും. പിന്നെ ഇതിന്റെ ഈ ട്വിസ്റ്റ് ആൻഡ് കാര്യങ്ങളൊക്കെ കുറച്ച് മോർ പ്രെഡിക്റ്റബിൾ ആണ്. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ആ പാറ്റേൺ വന്നുകൊണ്ട് നമുക്കത് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. സോ അങ്ങനെ ബസൂക്കയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയുന്ന നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കണ്ട പടം, അത് ലാസ്റ്റ് പറയാം അല്ലേ? ലാസ്റ്റ് പറയാമെങ്കിൽ ഇപ്പൊ ഇന്ന് ഞാൻ 2 പടം കണ്ടു. ഈ 2 പടത്തിന്റെയും ട്രെയിലർ കണ്ടപ്പം വളരെ ഫണ്ണായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച 2 സിനിമകളാണ്. അത് ഈ മരണമാസിന്റെ ആണെങ്കിലും ട്രെയിലർ ഭയങ്കര ഫണ്ണായിരുന്നു. ജിംഖാന ആണെങ്കിലും ട്രെയിലർ ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷേ ജിംഖാന പടം കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രെയിലർ എഡിറ്റ് ചെയ്ത ആൾ ബുദ്ധിമാനാണ്. കാരണം ആ പടത്തിൻ്റെ ഏറ്റവും ഫൺ സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിലറാണ്. അത്രയും ആ ട്രെയിലർ തരുന്ന എക്സ്പെക്റ്റേഷൻ ആ പടവും മീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയില്ല. ഈ പറയുന്ന മരണമാസാണേലും ആ ട്രെയിലർ തന്ന ഫണ്ണ് ഇത് എൻ്റെ ഇതാണ്. അതെ എനിക്ക് കുറച്ച് അണ്ടർവെൽമിങ് സിനിമയായിട്ടാണ് തോന്നി. രണ്ടും കൂട്ടത്തി ഭേദം മരണമാസമായിട്ട് തോന്നി. പക്ഷേ 2 പടത്തിനും ഈ പറയുന്ന പോലെ ഫൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജിംഖാനയ്ക്ക് തോന്നിയത് അതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ഒരു വളരെ ചെറിയൊരു പടമാണ്. ചെറുതെന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര വീക്കാണ് സ്ക്രിപ്റ്റ്. അതായത് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം
രണ്ടിങ്ങനെ മിക്സ് കുഴഞ്ഞു പോവുകയാണ്. കുഴപ്പമില്ല, അത് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു പടം. നമ്മളിങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ഈ മൊമെന്റ് എലിവേറ്റ് അങ്ങനെ അല്ലാതെ കുറച്ച് പിള്ളേർ ഇങ്ങനെ ബോക്സിങ്ങിന് പോകുന്നു, അതും അമച്ചർ ബോക്സിംഗ് എന്ന് അവർ പറയുന്നു. അപ്പം നമുക്ക് ഒരുപാട് ഇത്രയും വലിയ ബോക്സിംഗ് മാച്ചിൽ ഇങ്ങനെ നടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള ലൈനിലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത് തന്നെ. അപ്പം എല്ലാം ഇങ്ങനെ ഭയങ്കര കാഷ്വലാണ് പടം. അപ്പം അത് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ഒരു ഫണ്ണായിട്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചധികം ബോറടിച്ചു എനിക്ക്. ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച്. ഫസ്റ്റ് ഹാഫ് അതെനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ച് ലാഗ് പോലെയൊക്കെ തോന്നി. പിന്നെ പടം എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആദ്യം കാണുമ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെയാണ് പടം. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അവരുടെ ഒരു എന്താ പറയുക കുറച്ച് മൊമെന്റ് ആണ് നമ്മൾ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ കുറച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നായകൻ ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അവനല്ല കയ്യടി മൊമെന്റ്സ് ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പം ലാസ്റ്റ് ആണെങ്കിലും നായികയ്ക്കാണ് കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് വരും ബോക്സിംഗ് വൈസ്. പിന്നെ ഈ ബോക്സിംഗ് എന്ന എലമെന്റ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുന്നത് ചുറ്റും കാണിക്കുന്നത്. അതെ, ഇവര് കണ്ട ബോക്സിംഗ് പടങ്ങളുടെ ഒരു പാറ്റേൺ ഒന്നും അല്ല. എനിക്ക് പിന്നെ പടം കയറുന്നത് ഈ സെക്കൻഡ് ഹാഫിന്റെയും സെക്കൻഡ് ഹാഫില്ല. അവസാനത്തെ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് ക്ലൈമാക്സിനോട് അതെ ഒരു ബഹളവും ഒരു കലാശക്കൊട്ട് പോലെ കൊണ്ട് നിർത്തുന്നതാണ്. ഇത് മൊത്തത്തിൽ ട്രിം ചെയ്ത് ഇപ്പൊ 2:20 എങ്ങാണ്ടുണ്ട്. 1.25 മണിക്കൂറൊക്കെ ആയിരുന്നു. കുറച്ചുകൂടെ രസമാക്കി 2 മണിക്കൂർ പറയാനും അത്ര ഒന്നും ഇല്ല പടത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കിത് കുറച്ച് വെറൈറ്റി അല്ല, നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആവും. നമ്മുടെ നാടിനെ ബേസ് ചെയ്തൊരു സിനിമ. അതെ അതെ അതെ, ഞാനും എന്റെ ചേട്ടനും കൂടി നമ്മളൊരു വിളിച്ചാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇത് ഇന്ന സ്ഥലമാണ്, ഇത് ഇന്ന സ്ഥലമാണ്. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എപ്പോ ഷൂട്ട് ചെയ്ത് ആ ഒരു സംശയം. എല്ലാം തൊട്ടപ്പുറം ഇപ്പുറം 500 മീറ്റർ 200 മീറ്റർ ബ്രിഡ്ജിൽ നിന്ന് പുഷപ്പ് എടുക്കുന്ന ഒരു സീനുണ്ട്. അത് എപ്പോ ചെയ്തു എന്ന് എനിക്ക് സംശയം. കാരണം അത് അത്യാവശ്യം ട്രാഫിക് ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഇവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതി എന്താ, എന്നാലും ആരെങ്കിലും അറിയത്തില്ലേ. എല്ലാം ലോങ് ഷോട്ട് ഇടാം, ഭയങ്കര ലോങ് ക്ലോസ് വളരെ അല്ല. ഈ ആ ബ്രിഡ്ജിന്റെ നടുക്ക് പോയി പുഷപ്പ് എടുക്കുമ്പോ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കും. ഇവന്മാർക്ക് വട്ടാണോന്നെങ്കിലും നോക്കും. പിന്നെ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിഡേയ്സോ അങ്ങനെ വല്ലതും നോക്കിയവരെടുത്ത, അല്ലെ രാവിലെ സമയത്ത് പോലും എടുത്താണ്. ചിലപ്പോൾ 6 മണി 7 മണി ജസ്റ്റ് ലൈറ്റ് വീണ സമയത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ടീച്ചർ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നസ്ലിന്റെ ഭാഷ ആലപ്പുഴ ഭാഷയല്ല, പക്ഷെ ഇതിനകത്ത് ആലപ്പുഴക്കാരനാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം കാലിറഹ്മാൻ ഇന്റർവ്യൂ റേഡിയോ മാങ്കോടെയാണെന്ന് തോന്നുന്നു. ഇന്റർവ്യൂല് റേഡിയോ മാങ്കോ ക്ലബ് ഓഫ് ഇതിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. അതായത് ഇതിൽ ആൾക്കാർ ഡയലക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ ആലപ്പുഴ. അപ്പോൾ അവർ പറയുന്നത് ഇല്ല, അങ്ങനെ ഞങ്ങൾ ഇവരെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സ്ലാങ് സംസാരിച്ചോളൂ, ഞങ്ങൾ അത് പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞ സംഭവം ഈ ആലപ്പുഴയ്ക്ക് പർട്ടിക്കുലർലി ഒരു സ്ലാങ് ഇല്ല, കുറച്ച് മിക്സ്ഡ് ആണ് മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ആലപ്പുഴ സ്ലാങ് ആണെന്ന് പറയാനൊരു സാധനം. ഈ സ്ലാങ്ങിന്റെ കാര്യം സ്ലാങ് എന്ന് പറയാനൊരു ഇല്ല, പക്ഷെ ആലപ്പുഴയിൽ എറണാകുളം സ്ലാങ് കുറച്ച് അല്ല. അത് പറഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂർ അത് ഞാനത് പറയാൻ പറ്റുമായിരുന്നു. ഇവരൊരു കൊടുങ്ങല്ലൂർ ലോബി വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നു തണ്ണീർമത്തം ദിനങ്ങളോട്ട് ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ ലോബി ഉണ്ട്. അവര് ലോബി എന്താടാ, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ട്രിവാൻഡ്രം ലോബി, എറണാകുളം മട്ടാഞ്ചേരി ബെൽറ്റ്, അതുപോലെ കൊടുങ്ങല്ലൂർ ലോബി. തൃശ്ശൂർക്കാർക്കും വേണ്ട എന്തെങ്കിലും. അപ്പം എനിക്ക് തോന്നിയത് അവരെല്ലാ സിനിമയിലും അവരെ ഏത് നാട്ടിൽ പോയി പടം എടുത്താലും കൊടുങ്ങല്ലൂർ സ്ലാങ്ങിൽ തന്നെ സംസാരിക്കുന്നത്. അവരെല്ലാവരും അതാ കൂടുതൽ സത്യം. കാരണം ഇത് നസ്ലിന്റെ കയ്യിൽ നിന്ന് നസ്ലിന്റെ ടൈപ്പ് സാധനം വരണമെങ്കിൽ വേറൊരു ഭാഷ പറയാൻ ഇപ്പൊ കുറച്ച് ടഫായിരിക്കും. പിന്നെ വരുന്നവരും ഈ പടത്തിൽ നിന്ന് അങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് ഒരു സീനൊന്നും അല്ല, ഇതിങ്ങനെ കണ്ടുപോവാ. എനിക്ക് വേറൊരു കാര്യം എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് മറ്റേ ആ വണ്ണോള പുള്ളിയുള്ളൂ, പുള്ളിയുടെ പേര് എനിക്കറിയില്ല, മറ്റേ മുട്ടടിച്ചിട്ട് വന്ന കോച്ച് പുള്ളിക്കാരൻ ലുക്മാനല്ല, മറ്റേ വേറൊരു കോച്ച് വരുന്നുണ്ടല്ലോ, മറ്റേ ഓപ്പോസിറ്റ് ടീമിന്റെ. അവൻ ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അവനത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒറിജിനൽ ഭാഷയായിരിക്കും, പക്ഷെ ഇത് അല്ല. പുള്ളിക്കാരൻ ട്രിവാൻഡ്രംകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കറിയില്ല. ഇതൊക്കെ കൺവീനിയൻസ്, ഇതൊക്കെ ഈ കൺവീനിയൻസ് മുട്ടടിച്ചിട്ട് വന്ന എടാ ഓപ്പോസിറ്റ് ടീമിന്റെ കോച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടാ അടിക്കണം ഇനിയിപ്പോ തീർത്തേരെന്നൊക്കെ പറയത്തില്ല. അത് ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സ്വാതി അതെ, ഇതൊക്കെ ഈ കൺവീനിയൻസ് കാസ്റ്റിംഗ്. പിന്നെ ഇടയ്ക്ക് ചുമ്മാ ആ ഒരു വെറൈറ്റി ഇരിക്കട്ടെ, അങ്ങനെ ഭയങ്കര ലൈറ്റ് കാസ്റ്റിംഗ് എനിക്ക് നന്നായിട്ട് തോന്നി. നല്ല കാസ്റ്റിംഗ്. കാസ്റ്റിംഗിൽ ഈ സിനിമ എനിക്ക് തിയേറ്റർ കണ്ടുകൊണ്ടിരുന്നപ്പം
എനിക്ക് മനസ്സിലായത് ഇതൊരു എന്റർടൈനർ. അവർ ഉദ്ദേശിച്ചത് നിങ്ങൾ വന്ന് 2 മണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് നേരം ചിരിക്കാം, ഇല്ല അങ്ങനെ. കാരണം ഈ സിനിമ നിങ്ങൾ ഇരുത്തി മുഷിപ്പിക്കുന്നൊന്നുമില്ല, കണ്ടുപോവാം മൈൻഡ് സെറ്റ് ആണ് ഒരു അങ്ങനെ എടുത്തത്. പക്ഷെ എന്തോ സ്ക്രിപ്റ്റ് എന്താ പറയാ, ഇപ്പൊ ഒരു സീൻ നമ്മൾ എഴുതത്തില്ലേ, അപ്പൊ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഡ്രാഫ്റ്റ് പോലെ എനിക്ക് ഫീൽ. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഈ സീനിന്റെ അകത്ത് അമ്മയും മകനും തമ്മിൽ ഇങ്ങനെ ഒരു അമ്മ മകനെ കളിയാക്കുന്നു എന്ന് എഴുതുമ്പോ അങ്ങനത്തെ എന്തോ ഭയങ്കര വീക്കായി തോന്നി സ്ക്രിപ്റ്റിംഗ്. സ്ട്രോങ് ഡയലോഗ് ഒന്നും അവര് ഇതങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് തല്ലുമാലയും സെയിം പാറ്റേൺ അല്ലേ, അതായത് അതിനകത്ത് കഥയൊന്നും ഇല്ല നമുക്ക്, പക്ഷെ അതിനകത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് എഡിറ്റിംഗ് പാറ്റേൺ ഇതിനകത്ത് ഭയങ്കര ഫ്ലാറ്റ് അല്ലേ. ഇപ്പം ഇതിനകത്ത് ഖാലിദ് റഹ്മാൻ അത് ബിൽഡിങ്ങിൽ ബോഡി ബിൽഡിങ്ങിൽ, പക്ഷെ ഞാൻ പറഞ്ഞ സീൻ വൈസ് അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ ആ ആലപ്പുഴ ജിംഖാന എന്ന് പേരിട്ടെങ്കിലും ആലപ്പുഴ ജിംഖാന ഒന്നും ഇല്ല. നമ്മളൊരു ഹാഫ് ആദ്യം ഒരു ആശാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആശാൻ 2 സീൻ കഴിഞ്ഞ് അപ്രത്യക്ഷനാവുന്നു, വേറൊരാള് വരുന്നു, ആശാന് വേറെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അത് എന്തുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിന്റെയും പ്ലേസ്മെന്റ്, അതായത് ഇപ്പം ഈ ലൂക്ക്മാൻ ഒരാളെ ഇടിച്ചു, അങ്ങനെ കുറച്ച് സാധനം വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചോ ഇതിന്റെ എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ആടും, അതൊന്നും ഇല്ല. പിന്നെ മറ്റവനെ പേടിപ്പിക്കുമ്പോ അവിടെ ഞാനൊരു ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ല. അവന്റെ ഫേസിൽ എന്തോ ഒരു പേടിയോ എന്തോ ഒരു ഒളിപ്പിക്കുന്ന പോലെ. പക്ഷെ അപ്പൊ ഞാൻ ഇല്ല, ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട്. അല്ല, അതുകൊണ്ട് എനിക്ക് ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ എഴുതും, ഇവൻ ഒരു സാധനം കൊടുത്തേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കും, അല്ലെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്തേക്കാം. ശരിക്കും അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി വന്നിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കാരണം ഇവൻ ഇതിനു മുമ്പ് കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ട് അത് ഇവരുടെ ടീം മെമ്പേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യാതെ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്ത് ഇവർ ആലപ്പുഴയ്ക്ക് വേണ്ടി ഇറങ്ങും. അവൻ ആക്ച്വലി കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവൻ ചിലപ്പോൾ മറ്റൊരു പൈസ ഓഫർ ചെയ്തിട്ട് അത് വാങ്ങിച്ചു. അങ്ങനെ തോട്ട്സ് ആണല്ലോ, നമുക്ക് എങ്ങനെ ഒരു സ്റ്റോറിയെ നീക്കാമല്ലോ. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ആ പോകാൻ ചിലപ്പോൾ അങ്ങനെ കാണുമോ, പക്ഷെ അതൊന്നും ഇല്ല. ഡയറക്റ്റ്ലി പിന്നെ അവസാനം ഇല്ല. അതുകൊണ്ടാണ് ഈ ലക്ഷ്യമില്ല എന്ന് പറയുന്നത്. ലക്ഷ്യമില്ല ഈ പറയുന്ന ഓടിപ്പോകുന്നു. സ്ക്രിപ്റ്റിന്റെ ഓരോ പോയിന്റ്സിലും നല്ല നല്ല ഐഡിയാസ് വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചേക്കുന്നത് നല്ല രസമായിരിക്കും. ഇങ്ങനെ ഓരോ സാധനം ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത റൈറ്റിംഗിലാണ് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇത് പിന്നെ ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഖാലിദ് റഹ്മാൻ ഡയറക്ടോറിയൽ ഫ്ലെയർ വരുന്നത് എപ്പോഴാണ്, മറ്റേ ലാസ്റ്റ് കുറച്ച് ഫൈറ്റിലും ഇനിഷ്യലി ഒക്കെ ഭയങ്കര ഫ്ലാറ്റാണ്. ഇപ്പൊ നസ്ലിന്റെ തരം പോലും പല സാധനങ്ങളും എന്തോ എനിക്കത് രസമായിട്ട് വരുന്നില്ല. നെസ്ലിന് എനിക്ക് തോന്നുന്നു നെസ്ലിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, ഒരു ശൈലിയുണ്ട്. നെസ്ലിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നെസ്ലിനെ അങ്ങ് ഇറങ്ങി അഭിനയിക്കും. ഇത് പ്രേമലുവിൽ ഭയങ്കര ഓർഗാനിക് ആയിട്ട് കുറെ ഇവര് മറ്റേ പറയുന്നുണ്ടല്ലോ, ഇവര് മറ്റേ തണ്ണീർമത്തം ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തിയ സമയത്ത് അത് ചേട്ടാ ഞാൻ ഇങ്ങനെ ആ ഒരു സ്റ്റൈലുണ്ട്. ഏതോ ഒരു കോമഡി പറയുന്നില്ല, താല്പര്യമില്ലാത്ത ഡയലോഗ്. അങ്ങനെ ആയിരുന്നു ഇവർ തന്നെ പറയുന്നുണ്ട്. കാസ്റ്റിംഗിന്റെ സമയത്ത് അങ്ങനെ ആയിരുന്നു ഓഡിഷൻ നടത്തിയപ്പോൾ. ആ ഒരു സ്റ്റൈൽ ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് തന്നെ തോന്നാം. പിന്നെ എനിക്ക് രസമായിട്ട് തോന്നി മറ്റേ ട്രെയിനിങ് ടെക്നിക്സ് ആയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അത് കുറച്ചുകൂടെ അത് കാണിക്കാറുണ്ട്. ഇവരുടെ ട്രെയിനിങ് ഒന്നും ബോക്സിങ്ങിന് ശരിക്കും ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. ബോക്സിംഗ് ഒക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ബോക്സിംഗ് ഒരു ഫാക്ടർ മാത്രമേ. പിന്നെ അപ്പൊ ഇതിനി ഒന്നുകൂടെ പ്രൊഡ്യൂസർ പറഞ്ഞാണ് ഈ 3 മാസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല എന്ന് ഓണർ റിലീസായി. അപ്പോൾ അയ്യോ ഞാൻ സെക്കൻഡ് ഡ്രാഫ്റ്റ് ആയില്ല എന്ന് പറയട്ടെ. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ ഓരോ പരിപാടി മറ്റേ ഇവനൊരു ബോക്സിങ്ങിനെ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാം. ടയർ അടിക്കുന്ന അങ്ങനെ ഓരോ സാധനങ്ങൾ അതൊക്കെ രസമുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ. അത് കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും നമ്മള് ഇവരിങ്ങനെ ജോയിൻ ചെയ്യുന്നു, പിന്നെ നേരെ ബോക്സിംഗ് മാച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. അറിയാമോ ഇവർ എത്രത്തോളം ഫൈറ്റ് നടക്കുമ്പോഴൊക്കെ ഡൗട്ട് ചോദിക്കുമല്ലോ സംഭവിക്കുന്നതൊക്കെ. അവിടെ ഓൾറെഡി മറ്റേ ഓപ്പോസിറ്റ് വരാൻ വരുന്നവര് അത്യാവശ്യം കുറച്ച് അവര് നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് വരുന്നത്. ഇവരെന്ത് ഉദ്ദേശിച്ചാണ് ഐഡിയ ഇല്ലാതെ പോയി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ഈ പടം എഴുതുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉദ്ദേശിക്കും. പിന്നെ ഇവര് എന്താ പറയുന്നത്, ആ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇവര് ആദ്യത്തെ കുറെ നേരം ഇവര് ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂർ വന്നാണെന്ന് അവർ പറയുന്നുണ്ട്. പുള്ളിയുടെ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേര് ആക്ച്വലി കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചിലപ്പം ഡയറക്ടറുടെ ഒരു തോട്ടതായിരിക്കും. അത്രയും ലളിതമായിട്ട് ഇതൊരു ആവശ്യമല്ലാതാണ് അവർ സിനിമ. അതായത് പുള്ളി പറയുന്നുണ്ട് ഇത് ആക്ച്വലി പുള്ളിയുടെ ലൈഫിലാണ് സംഭവം. ഞാൻ ഒരാൾ പുള്ളിയാണ്. പുള്ളി പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ പോലെ ചെയ്ത പരിപാടിയാണിത്.
ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്ക് ഉണ്ടാക്കി. പുള്ളി ഈ കഥ ഈ പടത്തിന്റെ ഈ കഥയില്ലേ, ഇപ്പം നമ്മൾ ഈ കണ്ട ഫുൾ പടത്തിന്റെ കഥ പുള്ളി മനുഷ്യൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത്രേ ഉള്ളൂ പടം, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ഈ ലൈഫിൽ നടക്കുന്ന എല്ലാ സിനിമയാക്കരെന്ന് പറയുന്ന എക്സാമ്പിൾ ഇത്. എന്റെ ലൈഫിൽ നിന്നൊന്നും ഞാൻ സിനിമ ആക്കത്തില്ല. ഞാൻ ഈ മേഖലയായിട്ട് ബന്ധമേ ഇല്ലാത്ത അതെ, ഇവര് പേടിക്കട്ടെ, ഇവൻ പേടിക്കുന്നില്ല. വിചാരണ പടം എടുക്കുമ്പോഴത്തേക്ക് പൊരിക്കും. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പടം ഇറക്കുന്നത് മുങ്ങുന്നു. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ വരേണ്ടി വരും. അല്ല, അതത്രേ ഉള്ളൂ. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പം അത് കൊള്ളത് വിമർശിക്കണം. അത് വിമർശിക്കാന്ന് വെച്ചാൽ ഇതിപ്പം നിനക്ക് നിന്നെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടി. അല്ല, നമ്മളിവിടെ നിന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അത് അതിനെ അങ്ങനെ സെൻസിലെടുത്താൽ മതി. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ കണ്ട തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. തിയേറ്ററിൽ ഇരുന്ന അത്ര ആൾക്കാർ ഈ 2-20 മിനിറ്റ് കയ്യടി ബഹളവും ഒക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. പക്ഷെ 100 പേർക്കും 100 അഭിപ്രായം ഉണ്ടാവും. അതിൽ ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വലിയ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കായ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒട്ടും വർക്കാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ റീസെന്റ് ഒരു റീല് കണ്ടതാണ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മറ്റേ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. പുള്ളിയുടെ ആ ഷോയിൽ 100 ടിക്കറ്റ് എന്തോ ഉണ്ടായിരുന്നു. അതിൽ 99 പേർക്കും എതിർപ്പില്ല, ഒരാൾക്ക് എതിർപ്പുണ്ട്. പുള്ളി അത് പച്ചയ്ക്ക് പറയുകയും ചെയ്തു. അപ്പൊ ഇവൻ പറഞ്ഞു നീ ഇറങ്ങി പോടാന്ന് പറയുകയും ചെയ്തു. അതുപോലെയാ ഈ കാര്യം. ഇപ്പം മറ്റേ നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്ന് പറയുന്നു. ഇതിപ്പം ഇപ്പൊ നമ്മളിത് വീഡിയോ ആയിട്ട് പറയുമ്പോൾ സംഭവം ഇത് കുറച്ച് പേര് കാണും. ഈ കാണുന്ന ഓഡിയൻസ് സിനിമ കാണാതെ റിവ്യൂ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഈ സിനിമയെ പറ്റി അഭിപ്രായം അവരോടാണ് ഇപ്പൊ ഈ റിവ്യൂ എന്ന് പറയുന്നത്. ഒരിക്കലും പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ റിവ്യൂ ഒരിക്കലും നമ്മൾ സിനിമയെ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ പറയുന്ന ആലപ്പി ജിംഖാനയെ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ സിനിമ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോയി കണ്ടിരുന്ന 2 മണിക്കൂറിന്റെ എൻ്റെ എക്സ്പീരിയൻസിനെ മാത്രമേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ പടം ചിലപ്പോൾ വേറൊരു അവസരത്തിൽ OTT-ലോ വേറെ മൊബൈലിലോ കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസിനെ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം പോയി കാണുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് ഇവന്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാൻ ഒരിക്കലും അത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആക്ച്വലി സിനിമ കണ്ടതിന് ശേഷമേ ഈ റിവ്യൂസ് കാണാവുള്ളൂ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർ എന്താണ് ഇതിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കേണ്ടതില്ല. നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുക. ദുൽഖറിന്റെ ഏറ്റവും മോശം സിനിമയെന്ന് ഒരു കാലത്ത് പറഞ്ഞാണ് സോളോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിന്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അല്ല, ഞാൻ ചുമ്മാ വലിച്ചിട്ടല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് എന്റെ അഭിപ്രായം. നമ്മള് ഭയങ്കര സീരിയസ് ആയി പോണോ തോന്നുന്നു. ഇല്ലേ? അതും എനിക്ക് തോന്നിയത്. അത് എന്റെ POV. അതും നിന്റെ മാത്രം. ഇത് വേറെ ഇവരുടെ ഇത്രയും പോഷം കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോ എടുക്കണം. അതെ, ഞാൻ സൈഡിൽ മാറിയിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ജിംഖാനയിലേക്ക് ജിംഖാനയുടെ പരിപാടി ജിംഖാനിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഒരു താല്പര്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ബേസ് ചെയ്തൊരു സിനിമ വന്നു എന്ന് പറയുന്നത്. അതായത് കൂടുതലും ആലപ്പുഴ എന്നുള്ള സിനിമകൾ വന്നാലും കുട്ടനാട് സൈഡിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും വരുന്നത്. ആ സീനറിയൊക്കെ വരുന്നത്. പക്ഷേ ആലപ്പുഴ ടൗണിനെയും നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കൽബ് ഇറങ്ങിയപ്പോൾ അതിനെ കുറച്ച് കൽബില് വേറൊരു സൈഡ് ഇത് ആലപ്പുഴ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി കാണുന്ന സ്ഥലങ്ങൾ അതുപോലെ സിനിമയിൽ കാണാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. എനിക്ക് ആക്ച്വലി പടം ഞാൻ തിയേറ്റർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് അവിടെ നല്ലപോലെ ചിരിച്ചു കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ വർക്കാവാം. ഈ കണ്ണൂർ സ്കൂളിൽ മമ്മൂട്ടി പറയുന്നത് ഈ വണ്ടിയും നമ്മളുടെ ഒരാളാണെന്ന് പറയുന്നത്, ഒലക്കയും നമ്മളുടെ ഒരാളാണ്. ഈ മറ്റേ കൂട്ടത്തി ഖാലിദ് റഹ്മാന്റെ ഏറ്റവും മോശം സിനിമ എന്ന് പറഞ്ഞാൽ അതിനോട് എതിരഭിപ്രായം അല്ല, തമ്മിൽ ഏറ്റവും വീക്കസ്റ്റ് ഫിലിം അങ്ങനെ പറയുന്നത്. വീക്കസ്റ്റ് എന്ന് പറയാൻ പറ്റും, മോശം ഒരു വീക്കസ്റ്റ് ഫിലിം എനിക്ക് ഒരു ബിലോ ആവറേജ് മൂവിയാണ്. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയില്ല. ബിക്കോസ് ഇത് ഒന്നുമില്ല. അല്ല അതല്ല, എനിക്ക് പേഴ്സണലി അതെ ഇത് കാണുന്ന 500 പേർ എന്റെ പടം കാണണം. ഞാനിങ്ങനെ പറഞ്ഞോണ്ട് എന്റെ പടം കാണാതിരിക്കുന്നത് ഇതിന്റെ ഒരു മറ്റേ ഇതാണ്, എന്താ പറയാ, എന്നിട്ട് ഈ ചാനലിൽ വന്നിരുന്ന് നിങ്ങൾ കുറ്റം പറയാം. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ആർക്കും വന്നൊരു ഡിസ്കഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഞാൻ ഒഴിച്ചിട്ട് ബാക്കി പല ആൾക്കാരും ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ
ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവാറുണ്ടല്ലോ. എന്തുവാ അപ്പോൾ അതുകൊണ്ട് എല്ലാ എപ്പിസോഡും ഉള്ള ഇവനാണ്, എല്ലാ വീഡിയോയിലും ഉള്ള ഒരാളെ ഞാനാണ്. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് വന്ന് റിവ്യൂ പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരും. ഇന്നിപ്പോ ഞാൻ വന്നതന്നെ, ഞങ്ങൾ ചായ കുടിച്ചപ്പോഴത്തേക്കും എന്റെ അടുത്ത് ചോദിച്ചു നീ വരുന്നോ, ഞാൻ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനല്ല, നീ വന്നാൽ മതി, ഒന്നും അറിയണ്ട. ശക്തമായ ജെന്യുവിനായ അഭിപ്രായമാണെങ്കിൽ വരാവുന്ന കുറ്റം പറയാൻ വരരുത്. അതെ അതെ, മോഹൻലാൽ ഫാനാണ്, ടാർഗറ്റ് ചെയ്യാനായിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് സെൽഫ് ഗ്രോത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ടാവും. ഇപ്പൊ ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഇത് പറയുന്നത് നമ്മൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ കാണുന്ന സിനിമയെ നമ്മളിത് എങ്ങനെ എടുക്കുന്നു, നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വർക്കാവുന്നില്ല എന്നതിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ അത്രേ ഉള്ളൂ. ഫണ്ടമെന്റലി ഈ ഇന്നിറങ്ങുന്ന എല്ലാ മലയാള സിനിമയിലും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലർ ആലപ്പി ജിംഖാനയുടെ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടതും ആലപ്പി ജിംഖാനയാണ്. എനിക്ക് ആദ്യം കാണണമെന്നുണ്ടായിരുന്ന ആ പടമാണ്. ഞങ്ങളുടെ ആക്ച്വലി മൊത്തം പ്ലാൻ കുറച്ചും പാടി, കാരണം വെവ്വേറെ ആയിട്ടാണ് എല്ലാവരും കണ്ടത്. പോയി കണ്ടിട്ട് വന്നിരിക്കാം. ബട്ട് അതുകൊണ്ടും കൂടെ ഡിസപ്പോയിന്റ്മെന്റ് കൂടുതലാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാനിങ്ങനെ എനിക്കൊരു കോള് വന്നപ്പോൾ ഞാനിങ്ങനെ ആകെ എൻ്റെ കിളി പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു എന്താ പരിപാടി, ചായ കുടിക്കാൻ പോയാലെന്ന് ചോദിച്ചാൽ പറഞ്ഞ് പടത്തിന് നിൽക്കുകയാണ്. അപ്പം ഞാൻ 3:30 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ചേട്ടാ ഒരാളുണ്ട് അങ്ങനെ ഞാൻ ടിക്കറ്റ് ചേച്ചി കലിപ്പ് എത്ര പെട്ടെന്ന് എടുത്തോളൂ. ചേച്ചി കലിപ്പെന്ന് പറഞ്ഞാൽ നീ അറിയത്തില്ല ഇത്ര രൂപ ആവുന്നു, ആ പൈസ ഭയങ്കര. എനിക്കാണെങ്കിൽ ചേച്ചി സീറ്റ് നമ്പർ, അപ്പൊ സീറ്റ് നമ്പർ പോലും സെലക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, കിട്ടുന്ന എടുക്കുക. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ചട്ടക്കാണ്. അപ്പൊ അടുത്തവൻ വരുന്നു പറഞ്ഞു. ഞാൻ അജിത്തിനെ അങ്ങനെ വിളിച്ചു. അപ്പോഴാണ് അജിത്ത് പറയുന്നത് ഋഷൻ ചേട്ടൻ ടിക്കറ്റ് എടുത്തില്ല, അത് എടുക്കാൻ. ഞാൻ പറഞ്ഞ ഒരെണ്ണം കൂടെ എടുത്തോളാൻ പറ. അങ്ങനെ ഞാൻ ഓടി വരുന്നത്. അത് നമുക്ക് മരണമാസനെ പറ്റി സംസാരിക്കാം. നീ കണ്ടില്ല മരണമാസനെ കുറിച്ച്? എനിക്ക് ഇന്ന് കണ്ട പടങ്ങളിൽ ഞാൻ കുറച്ച് കൂടുതൽ എനിക്ക് വർക്കായാലും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സിനിമ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ സിനിമയുടെ ജോണർ അങ്ങനെ കുറച്ച് അത് ഔട്ടാണ് കോമഡി പടം. അതിനകത്ത് ഇങ്ങനെ ഭയങ്കര ലോജിക്കൽ പരിപാടികളൊക്കെ കൂടുതൽ. ഇത് നിങ്ങൾക്ക് ചുമ്മാ ലാഫ് ഔട്ട് ലൗഡ് എന്ന് പറയുന്ന ഒരു പടം. ഇപ്പം നമ്മൾ ബേസിലിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണോ? അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഇത് കുറച്ച് ഒരല്പം ഒരു മീറ്റർ കുറച്ച് മേളിലാണ്. അപ്പം എല്ലാവർക്കും ഇതിന്റെ തമാശ. ഇപ്പം എനിക്ക് ഉറപ്പ് ഞങ്ങൾ കണ്ടുകൊണ്ടപ്പോൾ ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ നിന്ന് 2 പേര് തീരെ പടം വർക്കാവുന്നില്ല. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യുവമാരോട് മിണ്ടായിരിക്കാൻ പറഞ്ഞുണ്ട്. യുവമാർ ഇടയ്ക്ക് നിന്നിട്ട് ഇത് തമാശയായിരിക്കും, നമ്മൾ ചിരിക്കണായിരിക്കും ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്കിത് പണ്ട് ഈ ഡാർക്ക് കോമഡിക്കൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിരുന്ന ആളുകളാണ്. അല്ല, അത് വലിയൊരു ശതമാനം ഓഡിയൻസ് ആണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഈ കോമഡി സ്കിറ്റുകളൊക്കെ വരുമല്ലോ, അപ്പം അതിൻ്റെ താഴെ ചുമ്മാ കമന്റ്സ് എടുത്താൽ ഇതൊക്കെയാണോ തമാശ, ജഡ്ജസ് അല്ല ചിരിക്കുന്ന എന്ന് പറയുന്ന ഈ ചില ചാനൽ ഷോസിനകത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുള്ളൊരു സാധനം അത്. കാരണം അവര് ബുദ്ധിമുട്ടി നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ചില സാധനങ്ങൾ നന്നായിട്ട് വരും, ചിലത് വളരെ ചുരുക്കമേ വരാറുള്ളൂ. അപ്പം അവിടെ ആ പ്രോഗ്രാം കാണുന്ന ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഇത് എങ്ങനെ ചിരിക്കുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാം ഉണ്ട്. അപ്പോൾ ആക്ച്വലി മരണമാസനെ പറഞ്ഞു വന്നത് ഈ പുറകെ ആക്ച്വലി അവരുടെ അഭിപ്രായത്തോട് നമുക്ക് എതിരഭിപ്രായമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ. പക്ഷേ ഇവർ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി ഇങ്ങനെ പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും അധികം കേൾക്കുന്നത് ഞാനും എത്തിത്വം. കാര്യം അപ്പോൾ ഞങ്ങൾ 2 പേരും ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഇവന്മാർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അവരിങ്ങനെ ഭയങ്കര കൂളായിട്ടാണ്. അപ്പം ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നപ്പം ഈ ബാക്കിൽ നിന്ന് 2 പേര് ഈ പറഞ്ഞ പോലെ ഇത് മറക്കാന്നില്ല, ഇതെന്തോ തമാശയാണ്, അയ്യ എന്ത് പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടേ. അപ്പം നമുക്കിത് ഇവരിത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവർ സംസാരിക്കും, ഓക്കെ, അവർ ഒന്നിൽ മാറി സംസാരിക്കട്ടെ. നമ്മളെ പടം കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾ ചിരിക്കുക. ശരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം വർക്കായി ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിരിച്ചു കഴിയുമ്പോഴും ബാക്കി നിന്നിട്ട് ഇവർ മറ്റേ ഇത് തമാശയാണോ, നിനക്ക് ചിരിക്കണോ എന്നൊക്കെ ഉള്ള സംഭവം. അപ്പം നമുക്കത് നമ്മൾ ചിരിച്ച നമ്മളെ കളിയാക്കുന്ന പോലെ ഒരു ഫീൽ, അത്രേ ഉള്ളൂ. ഈ മരണമാസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പടത്തിന്റെ വലിയൊരു ശതമാനം ഈ പോപ്പ് കൾച്ചർ റെഫറൻസാണ്. ഇപ്പൊ പുറത്തുള്ള കുറെ കാര്യങ്ങളുടെ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം ചിലപ്പോൾ ഒരു 5-10 വർഷം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്കും ആ സമയത്ത് ഒരുപാട് പേർക്ക് മനസ്സിലാകത്തില്ല ഇത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. കാരണം ഇന്ന് വർക്കാവുന്ന സിനിമയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ഹിറ്റായിട്ടുള്ള റെഫറൻസുകളും മീംസിന്റെ ഒക്കെ എടുത്തിട്ട് റീവർക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് എലമെന്റ്സിനെ കയറ്റിയേക്കും. ഒരുപാട് സിനിമയുടെ റെഫറൻസും കാര്യങ്ങളും. പിന്നെ ബേസിലിന്റെ ക്യാരക്ടർ മറ്റേ വിജയ് ഫാനാണ്, അവൻ മൊത്തം മറ്റേ വിജയ് റെഫറൻസ് കാര്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ അത്. പക്ഷേ ഈ സിനിമ ഈ സിനിമയുടെ ഒരു മൂഡ് ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് അധികം ചിന്തിക്കാനൊന്നുമില്ല. ഇതിനെ ഇപ്പം ഇതെന്താ ഇങ്ങനെ നടക്കുന്നില്ല. ഈ പടം ഹാൻഡിൽ ചെയ്യാൻ ഒരു ടോൺ പിടിച്ചിട്ടുണ്ട് ഈ പടത്തിന്. അത് കുറച്ചധികം പാടാ ആ ടോണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് ഈ പടത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഭയങ്കര ടഫായിട്ട് ഉള്ളൊരു ടോണാണ് അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ചില തമാശകൾ, ഈ തമാശക്ക് ചിരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവുന്ന കുറേ സീനുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ടോണാണിത്.
അത് ഡയറക്ടർ പുതിയ ആൾ തന്നെ. ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണേലും ഗംഭീര സ്ക്രിപ്റ്റ് എന്നല്ല, പക്ഷെ ഒരുപാട് ഇങ്ങനെ പഴയ ഈ പല സ്ഥലത്തും പല ഒരു കൺഫ്യൂഷൻ ഒക്കെ നിർത്തുന്നു. ഇതിന്റെ നമ്മുടെ ഗുരുവായൂരമ്പല നടയിലൊക്കെ അതുപോലെ തന്നെ ആയിരുന്നല്ലോ. വളരെ വലിയൊരു സിനിമയായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇതിനകത്തുണ്ട്. അതായത് കൂടുതൽ ഇവന്റ് പോലെ ഇവന്റ് നല്ല കുറച്ച് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അതിന്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അതിന്റെ ഒരു ഛായ നമുക്ക് കാണാൻ പറ്റും. ബട്ട് അത് 100% വർക്ക് ആയിട്ടില്ല. പക്ഷെ നല്ല ഇപ്പോഴും അതുപോലെ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അത്രയും വലിയ ഒരു എന്താ പറയുക ഒരു പ്ലോട്ട് അങ്ങനെ ലാസ്റ്റ് വലുതാവുന്നില്ല. അല്ല പ്ലോട്ട് ഞാൻ ഉദ്ദേശിച്ചത് അത്രയും വൈഡായിട്ട് കിടക്കുന്ന സാധനം ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത് അത് വലിയ പാടുള്ള കാര്യമാണ്. പ്രിയദർശൻ കൈൻഡ് ഓഫ് ഒരു പരിപാടി ഉണ്ടല്ലോ ഉണ്ട്. അതാ പറഞ്ഞത് പ്രിയദർശൻ അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റ് ചെയ്യുന്ന ടുവേർഡ്സ് ക്ലൈമാക്സ് പഴയ കുറച്ചിങ്ങനെ ഡള്ളായി ഇങ്ങനെ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓക്കെ ഒരു ആവറേജ് ആ ഫീൽഡാണ് എനിക്ക് വന്ന പടം നിന്നപ്പോൾ. അതെ, ഈ സെക്കൻഡ് ഹാഫിൽ ഡള്ളാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു പോയിന്റിൽ ഇവരിത് ഇമോഷണലി കൂടെ ഈ പടത്തിനെ വർക്കാക്കി എടുക്കാൻ ശ്രമിക്കും. ആ പോർഷൻ എനിക്ക് മനസ്സിലായത് ചേട്ടാ, നമുക്ക് ആ ഇമോഷണൽ എലമെന്റ് ഞാനപ്പോൾ ആലോചിച്ചു ഇതിനെ ഒന്നുകിൽ ഇവര് അടുത്ത സീനിൽ ബ്രേക്ക് ചെയ്തൊരു ഹ്യൂമർ ആക്കി മാറ്റാൻ ചാൻസ് ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത് ഈ ടോണിന്റെ കാര്യം. അതായത് ഈ പടത്തിന്റെ ടോൺ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഈ ഇമോഷൻ ഇവർ ഇട്ടിട്ട് അത് തമാശ ആക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അത് അവർ ജെന്യുവൻലി അത് ഇമോഷൻ, അപ്പൊ നമ്മള് ആ ഇമോഷന്റെ സമയത്ത് നമ്മളത് ഇമോഷണലി നമ്മൾ കണക്ട് ആവില്ല, പിന്നെ തമാശ ആക്കിക്കോളെന്ന് വിചാരിച്ച് നമ്മളത് അങ്ങനെ നമ്മളത് പ്രതീക്ഷിക്കുകയും. സിജു സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പോ സിജുവിനാണ് സ്റ്റോറിയും സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയും മറ്റേ ഡയറക്ടറും കൂടെ ശിവപ്രസാദും കൂടെ. അപ്പൊ ഈ സിജു സണ്ണിന്റെ ക്യാരക്ടറാണ് മറ്റേ നമ്മുടെ കണ്ടക്ടർ. അപ്പൊ പുള്ളിയുടെ ഒരു അപ്പൊ പുള്ളിയുടെ ക്യാരക്ടറിനെ ആദ്യം പോലെ കാണിക്കുക പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഭയങ്കര ഇമോഷണൽ ലൈനിലാണ് അവതരിപ്പിക്കുന്നത്. പുള്ളി അതിന് ഫിറ്റ് അല്ലായിരുന്നു ടോണിൽ. അതായത് പുള്ളി യൂഷ്വലി ചെയ്യുന്ന പടങ്ങളെല്ലാം പുള്ളി കുറച്ച് ഹ്യൂമർ ക്യാരക്ടർ, ഇവിടെ പുള്ളി ഹ്യൂമർ അല്ല, പുള്ളി കുറച്ച് ഇമോഷണൽ ആണ്, ഭയങ്കര നിഷ്കളങ്കനായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ പുള്ളിയുടെ കഥ കാണിച്ചു തുടങ്ങി പോയപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ എൻഡിങ് ഇങ്ങനെ ആയിരിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം ഇതിനെ ഒരു ഹ്യൂമർ സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അവര്. അത് നമുക്കറിയാം ഇത് ഇങ്ങനെ ആയിരിക്കും വന്ന് എൻ്റെ ആകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ എലമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ഇത് നമുക്കറിയാലോ ഇത് ഇങ്ങനെ അപ്പുറത്തേക്കും സംഭവിക്കാൻ പോകില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഫേസിലേക്ക് അതുപോലെ ആ പെൺകുട്ടിയുടെ അനുഷ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് പറഞ്ഞപ്പോഴേ രണ്ട് പടത്തിന്റെയും പെൺപിള്ളേർ ബോക്സിംഗ് അറിയാം. ഇത് മരണവാസിന്റെയും പെങ്കച്ച് ബോക്സിംഗ് പഠിച്ചോണ്ടിരിക്കും. അത് സെയിം നീല ജേഴ്സിയാണ്. അത് എങ്ങനെ സംഭവിച്ചു? ഒരു കടയിൽ പോയി മേടിച്ചാണ് അത് കഴിഞ്ഞു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ക്യാരക്ടറിനും ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ആയിട്ടുണ്ടല്ലോ പുള്ളിക്കാരി മൊത്തത്തിൽ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഈ ബേസിൽ കുറച്ച് ഇമോഷൻ ആവുന്ന ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും പടം കുറച്ച് വീഴും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറത്തില്ല ഭയങ്കരമായിട്ട്, പിന്നെ ആ ഇതിങ്ങനെ സസ്റ്റൈൻ ചെയ്തിങ്ങനെ പോവാ. ഇത് കുറച്ചധികം ഇങ്ങനെ പോകും. അതായത് നമ്മൾ ഇവിടെ നിർത്തും ഇപ്പൊ ഏത് ടോണിലാണ് കൊണ്ട് നിർത്താൻ പോകുന്നത് ഇങ്ങനെ കൺഫ്യൂഷൻ, ഇമോഷണലി കൊണ്ട് നിർത്തുമോ അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ കുറച്ചു നേരം നിൽക്കും. അതായത് ആ ഒരു പോയിന്റിൽ അതായത് മറ്റേ ഇവരെ കവല വന്നിട്ട് കുറച്ച് നേരം അതായത് കവല നിൽക്കുക. പടത്തിന് ധൃതിയുണ്ട്, പടത്തിന്റെ കഥയ്ക്ക് സമയം പർട്ടിക്കുലർ ടൈം വെച്ചിട്ടാണ് ഈ പടത്തിന് സ്ക്രീനിൽ ആ ധൃതിയില്ല. അപ്പൊ നമുക്കിങ്ങനെ അത് ലാഗ് എന്തോ പറയുന്നില്ല, സ്ക്രീൻ പ്ലേ മൂവി എത്തില്ല അവിടുന്ന്. മനസ്സിലായി ഒരു അവിടെ അവർ നിൽക്കും, പക്ഷേ സ്റ്റോറി വൈസ് ധൃതിയുള്ള ഒരു പോയിന്റ്, അത് ഏറ്റവും ധൃതി കാണിക്കേണ്ട ഒരു പോയിന്റിൽ അവർ നിൽക്കും. എല്ലാവരും ഒരിടത്ത് നിന്ന് സംസാരിക്കും. ആക്ച്വലി ഞാൻ വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ പടത്തിൽ ഇനിഷ്യലി ഇതിനു മുമ്പ് ആക്ച്വലി ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഞാനൊരു തിരക്കഥ എഴുതിയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പിച്ച് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത് ഈ മരണമാസത്തിന്റെ സ്റ്റോറി ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പടത്തിൽ അഭിനയിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സിനിമയുടെ സ്റ്റോറി എന്ന് അറിയാൻ വേണ്ടി ഓൾറെഡി വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി പടം ഇറങ്ങുന്ന ഇതിന്റെ സ്റ്റോറി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന കണ്ടന്റുമായിട്ട് ചെറിയ വെബ് സീരീസ് സിനിമ അന്ന് ആദ്യം സിനിമയുടെ വേർഷനായിരുന്നു. അപ്പോൾ ആക്ച്വലി അത് നമ്മൾ സിനിമ ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന്റെ ഒരു മെയിൻ ആ പ്ലോട്ട് പോയിന്റും കുറച്ചൊരു ഏരിയയും ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ നീ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഇല്ല ടോണിന് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ടോണിന് സിമിലാരിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡാർക്ക് കോമഡി ലൈനാണ്. ഇതില് അത് കുറച്ചൊരു ഡാർക്ക് കോമഡി തന്നെ ഇവരൊരു അല്പം കൂടെ മീറ്റർ മേളിലാണ് നിൽക്കുന്നത്. അത് പക്ഷെ ഫസ്റ്റ് സീൻ തൊട്ട് അത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വർക്കായില്ലെങ്കിൽ പോയി. നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഒരു
ഇനീഷ്യൽ ഒരാളിരുന്ന എന്തോ ഒരു യൂട്യൂബ് വീഡിയോ വല്ലാത്ത അങ്ങനെ തുടങ്ങുന്നത്. അവിടെ നമ്മൾ എടാ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ പടം അത് കഴിഞ്ഞിട്ട് വർക്കാൻ കുറച്ച് പാടാണ്. അവിടെ ആദ്യത്തെ ആ ഒരു സീക്വൻസ് കാണുമ്പോഴേക്കും നമുക്ക് ഇതാണ് ഇതിന്റെ ടോണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതും പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ലൈൻ. മറ്റേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പടത്തിലെങ്കിലും എന്നെ കൊല്ലാതെ വിട്ടുകൂടെ. ആരാ പറയാ സന്തോഷ് കീടാറ്റിനെ കൊല്ലാൻ പിടിക്കുമ്പോഴേ പുള്ളിയുടെ ഫസ്റ്റ് ഡയലോഗ് തരാം. പുള്ളി കാണുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കഴിഞ്ഞു കാര്യം ഇതിലെങ്കിലും എന്നെ മറ്റേ ഡയലോഗ് ഇല്ലേ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇതിലെങ്കിലും എന്നാ ചോദിച്ചു. അങ്ങനെ കുറെ അതായത് ശരിക്കും സിനിമയ്ക്കകത്ത് അതെന്തോ ആ ഡയലോഗ് എന്തുകൊണ്ട് പുള്ളി പറയുന്നു എന്നുള്ളത് ആ ഒരു പോപ്പ് കൾച്ചർ നമുക്ക് അറിയാം. പുള്ളി എല്ലാ പടത്തിലും മനസ്സിലാവണമെന്നില്ല, ഇപ്പോഴും അത് മനസ്സിലാവണമെന്നുള്ള അറിയാം. ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോൾ പടം ചെയ്തവര് പറയും എടാ 5 വർഷം കഴിഞ്ഞ് കാണാൻ വേണ്ടിയല്ലോ ഇപ്പൊ കാണാൻ ഈ സിനിമ തിയേറ്ററിൽ ഓടി ഹിറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലത് അടുത്ത പടം കിട്ടുന്നു സിനിമ ഈ OTT അടുത്ത മാസം കാണാന്ന് വെച്ച് വെക്കുമല്ലോ. ഈ സാധനം തന്നെ ഇപ്പം മറ്റേ പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ എൻ്റെ പെങ്ങളുടെ കല്യാണം നിങ്ങളെല്ലാവരും വരണം. അത് പൃഥ്വിരാജിന് അറിയത്തില്ലായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് ആദ്യം ചോദിച്ചു എന്നാ പറയുന്നത് ഇതെന്താ ഇങ്ങനെ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട്. അതുപോലെ ഒരുപാട് സീനുണ്ട്. അതായത് സുരേഷ് കൃഷ്ണ മറ്റേ മൈക്ക് വിളിച്ച് സംസാരിക്കുന്നത് അതാക്കി അറിയാം. മറ്റേ വീഡിയോ ഒരാള് പുള്ളിയുടെ വീട് പണി സമയത്ത് പ്രശ്നം ഉണ്ടാകും മൈക്ക് വെച്ചിട്ട് പുള്ളി ഒന്നും തെറി പറയുന്നുണ്ട്, അടിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സീൻ ഇതിനകത്ത് അതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്തുണ്ടെന്ന് ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട് മൈക്ക് വെച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതേ ഞാൻ പക്ഷേ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ കുറച്ചുകൂടെ ഫണ്ണി ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ല ആ റോള് അതിന് പറ്റിയതാണ്. ജിത്തു അങ്ങനെ ജിക്കു. അപ്പൊ ജിതിൻ അപ്പൊ ഇതിന്റെ പ്ലോട്ട് വെച്ച് പ്രിയദർശൻ പടമായിട്ട് കാണുവാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇച്ചിരി കൂടെ തമാശ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത്രയും പോകുന്നില്ല. പിന്നെ നമ്മൾ ഈ വിചാരിക്കുന്ന സ്കിറ്റ് തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി സ്കിറ്റ് പോലെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പം സിനിമാറ്റിക് ഡാർക്ക് കോമഡി ലൈനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ടോൺ പിന്നെയും മാറി കുറച്ച് ഇമോഷണൽ ആവും. പിന്നെയും അങ്ങനെ ഒരു ഇടയ്ക്ക് നമ്മുടെ ജോമോന്റെ ഒക്കെ പോർഷൻ വരുന്നത് കുറച്ച് കൂടുതൽ ഓവർ ദ ടോപ്പ്. മറ്റേ സ്ഥിരത്തിലെ സീൻ അതൊക്കെ കുറച്ച് കൂടുതൽ ഓവർ പ്ലോട്ട് പോയിന്റ് ആക്കി അവർ എടുക്കുന്നുണ്ട്. അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അത് എല്ലാം വേറെ വേറെ ടോണിൽ നിൽക്കും. ഒരു കാണുന്ന ഒരു ഹ്യൂമർ സൈഡ് ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് പോകും. അതായത് ഈ സിനിമയിൽ നിന്ന് കുറച്ചുകൂടെ മേളിൽ നിൽക്കുന്ന ഒരു ഹ്യൂമർ സൈഡ് അങ്ങനെ മാറിപ്പോകും. ഈ സംഭവം ആക്ച്വലി പ്രിയദർശൻ പടത്തിൽ പോലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ വെട്ടമൊക്കെ ഭയങ്കര ഇപ്പൊ കൾട്ടായിട്ട് നടക്കുന്ന ഇപ്പം ഒരു പോയിന്റ് വരുമ്പോൾ ദിലീപും ആ പെങ്കൊച്ചിനെ സമാധാനിപ്പിക്കുന്ന പെട്ടെന്ന് അങ്ങനെ മൂഡിലേക്ക് പെട്ടെന്ന്. പക്ഷെ അത് എന്തോ പക്ഷെ എന്തോ അതിനൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മെയിൻ അത് ആക്ടേഴ്സ് ആണ്. അവരൊക്കെ ലെജൻസ് ആണല്ലോ. അവര് കൈകാര്യം ചെയ്താണെങ്കിൽ ഇപ്പം എല്ലാവരും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇവരിത് കണ്ടിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്തോ എവിടെ ഇവരിങ്ങനെ എത്തുന്നില്ല, തടസ്സം നിൽക്കുന്ന പോലെ ഉണ്ട്. ഇവര് തന്നെ ഓവറാവുന്ന ഒരു സംശയത്തില്ല ഇവരൊക്കെ അഭിനയിക്കുന്നത്. സംശയമുണ്ട് ഈ ഹ്യൂമറിന് ഈ മീറ്റർ മതിയോ, ഇവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വിശ്വസിക്കാതെ പേടിയുണ്ട്, സ്വയം വിശ്വസിക്കാതെ പുഷ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് എനിക്ക് വിശ്വാസമല്ല ഇത്രയും പുഷ് ചെയ്ത് വർക്കാവുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാന്നുള്ള ലൈനിൽ അത് അപ്പൊ ആക്ടിങ്ങിൽ അത് 100% നീ വിശ്വസിച്ചങ്ങ് ചെയ്താൽ ചിലപ്പോൾ അത് വർക്കാവും. സുരേഷിന്റെ കാര്യം പറഞ്ഞതാണ്. കാരണം പുള്ളിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറിയാം ഈ ക്യാരക്ടറിന് നല്ല സ്കോപ്പ് ഉണ്ട്. ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഒരു പോയിന്റ് പുള്ളി ഇങ്ങനെ ഈ സംശയത്തിൽ ഇതിന്റെ ഉടക്കി നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുകയാണ്, ചെയ്യണോ വേണ്ടയോ. പുള്ളി അങ്ങനെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇങ്ങനെ അത്. ബട്ട് പടം നല്ലൊരു അറ്റംപ്റ്റ് ആണ്. എനിക്ക് കുറച്ച്. പക്ഷെ ഞാൻ പറയാം ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ ചിരിക്കാൻ കുറച്ചുണ്ട്. ചിരിക്കാം. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. തിയേറ്ററിൽ കയറി ഇരിക്കുക, ചുമ്മാ ഇരുന്ന് കൊടുക്കുക, കുറച്ച് നേരം ചിരിക്കാം, നല്ല പോലെ കുറച്ച് നേരം ചിരിക്കും. ഞാൻ ത്രൂ ഔട്ട് എനിക്ക് ഈ ജോണർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നാലും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എടാ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റും. ഞാൻ ആദ്യം അവസാനം കണ്ട് ചിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങും, അത്രേ ഉള്ളൂ. നമ്മൾ ഇത് ഒരു അഭിപ്രായം പറയാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇത് ആലപ്പുഴ ജിംഖാനയും ഇതും ഞാൻ എൻജോയ് ചെയ്തു. ബസൂക്ക ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല. എനിക്ക് അതിന്റെ അറ്റംപ്റ്റ് ഓക്കെ, അത് അപ്രീഷിയേറ്റബിൾ ആണ്. നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആലപ്പുഴ ജിംഖാനയിലെ നായികമാരെ പറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല. എടാ അത് ഓൾറെഡി പുള്ളി പറഞ്ഞത്
നായകന്മാരെ പറ്റി ഒരു ചെറിയ ലൈൻ പുള്ളി ഒരു ലൈനേ പറഞ്ഞുള്ളൂ. അല്ല അല്ല ഞാൻ പറയണമെന്നല്ല, നമ്മൾ പറയുമ്പോ അതും പറയണ്ടേ. അല്ല എനിക്കിനി പറയാൻ കുറെ ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്. നോട്ട് ചെയ്ത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ട് പുള്ളി ഇങ്ങനെ അല്ല അങ്ങനെ വേണം നമ്മള് അത്ര അങ്ങനെ പറയരുത്, ഞാൻ കുറ്റം പറയുമല്ലോ. അല്ല കുറ്റമല്ല, നമ്മൾ പറഞ്ഞല്ലോ കുറ്റമല്ല, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നത്. കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഒന്നായിരുന്നേ. അല്ലല്ല ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കാതെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കും. അതെ അങ്ങനെ ചോദിക്കണ്ടേ എന്ന് പറയുന്ന പോലെ. പട്ടിയുടെ അവരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പട്ടിയുടെ സീൻ മരണമാസില് ഒരു പട്ടിയുടെ ഒരു ഇൻക്ലൂഡ് ചെയ്ത കുറച്ച്, ആ പക്രുവിനെ ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് സംഭവം ഉണ്ട്, അതെനിക്ക് കുറച്ച് രസമായിട്ട്. സമ്മാനശാല ഇങ്ങനത്തെ കുറെ എലമെന്റുകളുള്ളൂ, ഈ എലമെന്റുകളൊക്കെ രസകരമായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ആവും. അതെനിക്ക് കുറച്ച് രസമായിരുന്നു. അത് ഞാൻ കുറച്ച് ഇപ്പൊ അങ്ങനത്തെ കണ്ടുകൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് പെട്ടെന്ന് കണക്ട് ആവും. ഈ സാധനം കൊള്ളാമല്ലോ ഇങ്ങനെ വന്ന് കണക്ട് ആവുന്നതൊക്കെ നന്നായി രസമാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും ഭയങ്കരമായിട്ട്. ഇൻഫാക്ട് നീ നായകന്മാരെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് മരണമാസിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയുടെ ആക്ടിങ് ആണ്. കൂട്ടത്തി ആദ്യം പടത്തിൽ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ശരി അപ്പം ഇതിനകത്ത് ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു അയാം കാതലിനകത്ത് എനിക്ക് അനുഷ്മയുടെ ആക്ടിങ് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒട്ടും വികാരമില്ലായ്മ ഒരു ഫീൽ ചെയ്തു. പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും ഒരു പോയിന്റ് ഉണ്ട് ശരിക്ക് ഇമോഷണൽ ആവണ്ട. ആ പോയിന്റിൽ എല്ലാവരും ഫോൾട്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിജു വിൽസൺ ആയാലും ഒരു പോയിന്റ് ഉണ്ട്. വിൽസനോടെ പോയി താൻ ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന എന്തിനാ? നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോ കാര്യങ്ങൾ മനസ്സിലായാൽ മതി, കൺവേ ചെയ്താൽ മതി. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അത്രേ ഉള്ളൂ. നിനക്ക് പേരറിയാവടാ, എന്നിട്ട് അപ്പുറത്തെ കുറിച്ച് അതായത് പുള്ളിക്കൊരു പോയിന്റ് ഉണ്ട്. പുള്ളി ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തൊട്ട് പുള്ളിക്ക് ഒരു ഇമോഷണൽ പോയിന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഇമോഷണൽ പോയിന്റ് വരുമ്പോൾ അത്ര വർക്കാവുന്നില്ല. പിന്നീട് അവരത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വേറൊരു ലൈനിൽ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പോയിന്റിലെ ആക്ടിങ് അത്ര അതേപോലെയാണ്. നായയ്ക്കും ഒരു പോയിന്റ് ഉണ്ട് ഇതുപോലെ. അപ്പം അവിടെയും എല്ലാവരും ഇങ്ങനെ ഒരു അറ്റത്ത് വരെ നിന്നിട്ടേ 100% കൊടുക്കാൻ എന്തോ ഒരു മടി പോലെ. അത് വിശ്വസിക്കുക, അത് സംഭവിച്ചു വിശ്വസിക്കുക, എന്നിട്ട് അത് അഭിനയിക്കുക എന്നുള്ള സെറ്റപ്പ് പറയാൻ തോന്നുന്നു. അല്ല അത് അല്ല ഒരു നോർമൽ ഓഡിയൻസിന് ഈ സീൻ വർക്കാവുന്നില്ല എന്ന് ചിലപ്പോൾ പറയാൻ പറ്റും. പക്ഷെ അത് ഇന്ന കാരണം കൊണ്ട്, ടെക്നിക്കൽ റീസൺസ് ഇന്നത് കൊണ്ടാണ് ഇത് വർക്കാവാത്തതെന്ന് ചിലപ്പം ഈ സിനിമ എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതി പറയാൻ പറ്റും. ഞാനീ പറയുന്നത് കുറ്റവും ഇങ്ങനെ ചൂണ്ടിക്കാട്ടില്ല. ഈ സിനിമ കാണുമ്പോഴത്തേടാ സിനിമ ഒരു സുഖമില്ലായിരുന്നല്ലേ, വലിയ സുഖമില്ല, ഇത്രയും ചിലപ്പോൾ പറയാൻ എല്ലാവർക്കും പറ്റും. അത് തന്നെ നമ്മൾ ഇപ്പൊ ഈ സീൻ എനിക്ക് വർക്കായില്ലെങ്കിൽ അത് എന്തുകൊണ്ട് വർക്കായില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് വർക്കായില്ലെന്ന് പറയരുത്, എന്തുകൊണ്ട് വർക്കായില്ല. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കും ചിലപ്പം ഓക്കെ ഇതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു പടം എടുക്കുകയാണെങ്കിൽ ഇതെനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞാൽ എന്നോട് പറയുമ്പോൾ എന്തുകൊണ്ട് വർക്കായില്ലെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ഈ ലൈനിലായിരിക്കും അവനത് വർക്കാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ മനസ്സിലായി, അതാണ് സംഭവം. ഇപ്പൊ വർക്കായില്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അത് എന്തുകൊണ്ട് വർക്കായില്ല? യൂഷ്വലി ഇപ്പൊ ഇംഗ്ലീഷ് മറ്റേ പുറത്തൊക്കെ ഉള്ള സിനിമകളിൽ അവര് ഒരു വളരെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോളോ ചെയ്യും. 3 ആക്ട് സ്ട്രക്ചർ 5 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ ഫോളോ ചെയ്യും. ഓഡിയൻസ് ഒരു പരിധി വരെ ഈ പറയുന്ന ഫിൽം മേക്കിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ആളുകളാണ്. ഒരു കഥാപാത്രത്തിന് ഒരു പ്രത്യേകത ഒരു ആർക്ക് ഇല്ലെങ്കിൽ അവർ പടം കാണുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ആർക്ക് ശരിയല്ല എന്നൊക്കെ ചിലപ്പോൾ അവർ പറയും. പടം നമ്മളിവിടെ നമ്മുടെ ഫിൽം മേക്കിംഗ് സ്റ്റൈലിൽ അങ്ങനെ നമ്മുടെ ഫിലിം ലാംഗ്വേജ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരുപാട് ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, അതുപോലത്തെ കൊമേഴ്ഷ്യൽ സിനിമ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഫിലിം ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് തന്നെ, അത് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഭാഷയില്ല. അപ്പം അവിടെ ഇങ്ങനെ 3 ആക്ട് സ്ട്രക്ചർ വേണോ, ഇന്ന സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഇന്ന ടേൺ പോയിന്റ് വേണം, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സാധനം, അങ്ങനെയൊക്കെ വളരെ ഡിഫൈൻഡ് ആണ്. 20ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് അതെ ഒരു നടക്കണം. ആ സ്ട്രക്ചറിൽ ഒരു 100 പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മടുപ്പാണ്. ഇങ്ങനെ പടം എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് 100 പടം എടുത്തു കഴിയുമ്പോൾ നമ്മളങ്ങനെ നമുക്കതില്ലാത്തത് ഒരു അഡ്വാൻറ്റേജ് ആണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ആ സ്ട്രക്ചറിൽ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇത് എങ്ങോട്ടാണ് പോണത്, എന്ത് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ പിന്നണിയെ പറ്റി നമ്മൾ എത്ര അറിയുന്നു, അപ്പൊ അത്രയും നമുക്ക് സിനിമ ആസ്വദിക്കാനുള്ള ഇത് കുറയും. ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ് ഫുള്ളായതിനാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ നമുക്ക് ഒരു പോയിന്റിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു 10-20 മിനിറ്റിന് മുകളിൽ
ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡായിട്ടില്ല. വളരെ നല്ല പോയിന്റുകൾ നല്ല പോയിന്റുകളൊക്കെ അവിടെയായിരുന്നു. അതെല്ലാം മിസ്സായിട്ടുണ്ട് കൃത്യം പറഞ്ഞു. അതെ, ഞങ്ങളോട് കൂടി അത് അലിഞ്ഞു ചേർത്ത് മണ്ണിൽ ചേർത്ത് ഇത് ആരും കേട്ടില്ലല്ലോ, ആരും കാണുന്നില്ല. അതൊരു കണക്കിന് നന്നായി. ആ ഡിസ്കഷൻ കുറച്ച് അങ്ങ് പോയതാണ്. ചില കാർഡുകൾ കയറി കയറി അങ്ങ് പോയി. ഹോളിവുഡ് വരെ എത്തി. ഒരു വൈൻഡപ്പ് എന്ന നിലയിൽ ഞാൻ കണ്ട 2 സിനിമകൾ എനിക്ക് കുറച്ച് തിരക്കേടില്ല എന്ന് തോന്നിയ സിനിമകളാണ്. രസമുണ്ടായിരുന്നു. ബട്ട് ഞാൻ കണ്ട 3 സിനിമകളിൽ 2 സിനിമ ആലപ്പുഴ ജിംഖാനയും മരണമാസും എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കാണാൻ രസമുള്ള സിനിമകൾ ആയിരുന്നു. പ്രശ്നങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ അത് എൻജോയബിൾ ആയിരുന്നു തിയേറ്ററിൽ. അതെ, എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഞാനൊരു സിനിമ കണ്ടുള്ളൂ ആലപ്പുഴ. അല്ല, അങ്ങനല്ല, നല്ല സിനിമയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം അങ്ങനല്ല, വളരെ നല്ലൊരു സിനിമയാണ്. ഇതുപോലെ ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്. വളരെ എൻജോയ് ചെയ്യാൻ 2.5 മണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ വിഷുവിന് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമകൾ കാണുക. അതെ, കണ്ട് സിനിമകൾ വിജയിപ്പിക്കുക. ഈ സിനിമ കണ്ടവർ ഈ വീഡിയോ താഴെ വന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. സിനിമ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് വന്ന് പല അഭിപ്രായം, കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഈ എപ്പിസോഡിന്റെ നമ്പരും താഴെ വന്ന് കമന്റ് ചെയ്യുക. അതെ, ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു, ഈസ്റ്റർ ആൻഡ് ഹാപ്പി ഈസ്റ്റർ അത് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അതെ.